ഇസ്രായേൽ ഭീകരന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉപ്പയും ഗർഭിണിയായ ഉമ്മയും അതിൻ്റെ മുമ്പിൽ നിന്ന് കുഞ്ഞു മോനെയാണ് ഫോട്ടോയിൽ കാണുന്നത്. പലസ്തീനിൽ നിരന്തരം നടക്കുന്ന സംഭവങ്ങളാണിത്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, 20,000 പേരെ കൊന്നു, 40,000 60,000 കഴിഞ്ഞു, 70,000-ലേക്ക് കടക്കാനായി. എന്നിട്ടും നമ്മുടെ ലോകത്തിൻ്റെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കുന്നില്ല എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് അറബ് രാജ്യങ്ങൾ. തീർച്ചയായും അറബ് രാജ്യങ്ങൾക്ക് ശക്തമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമായിട്ടും മരണപ്പെട്ടവരുടെ എണ്ണം 70,000-ൻ്റെ അടുത്ത് എത്താനായിട്ടും എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ശക്തമായൊരു സമ്മർദ്ദം അമേരിക്കയ്ക്കെതിരെ ചെലുത്തുന്നില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാതെ സങ്കടമുണ്ട്. അറബ് രാജ്യങ്ങളുടെ അയൽ രാജ്യത്ത് തന്നെ ചോരപ്പുഴ ഒഴുകുമ്പോഴും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റ് സാധനങ്ങളും മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതിനൊരു ശാശ്വത സമാധാനം എത്തിക്കാൻ ഇത്രയും 700 ദിവസം കഴിഞ്ഞിട്ട് മരണം 70,000-ൻ്റെ അടുത്തെത്താനായിട്ടും എന്തുകൊണ്ടാണ് അറബ് ജനത അല്ലെങ്കിൽ അറബ് ഭരണാധികാരികൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.